ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ, സിറിയ, അതുമായിട്ട് ബന്ധപ്പെട്ട് ലബനാനൊക്കെ ഉൾപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇതിനകത്ത് വളരെ രസകരമായിട്ട് ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ പവർ, വാട്ടർ സപ്ലൈ ഇതെല്ലാം കട്ടാക്കിയിട്ട് കുറച്ച് നാളായി, ഒരു 4-5 ദിവസത്തിലേറെയായി, ഒരാഴ്ചയാവാൻ പോകുന്നു. ഇപ്പോഴാണ് സൗദി, ഖത്താർ അതേപോലത്തെ രാജ്യങ്ങളൊക്കെ അവർ തിരിച്ചറിഞ്ഞത്. അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു, ഒരു പത്രം വായിക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊന്നും അവർക്ക് പിടുത്തം കിട്ടിയില്ല. അപ്പോൾ ഇന്നലെയാണ് പ്രത്യേകിച്ച് ഒരു അനൗൺസ്മെന്റ്. ഇന്നലെയാണ് പ്രത്യേകിച്ചും സൗദി, ഖത്താർ, ജോർദാൻ 3 പേരും കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഇസ്രായേൽ കാണിക്കുന്ന പരിപാടി ശരിയല്ല, എത്രയും വേഗം ഈ ഗാസയിലുള്ള പവർ സപ്ലൈ, വാട്ടർ ഇതെല്ലാം റീസ്റ്റോർ ചെയ്യണം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അവർ നടത്തിയത്. പക്ഷെ അതേസമയം ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെയും കൂടെ വിട്ടുകൊടുക്കണം എന്ന് ഒരു വാക്കും കൂടെ എഴുതി ചേർക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു. ഭയങ്കര മാനവികതയുള്ള ആൾക്കാരാണ്. കാരണം ഗാസയിലുള്ള മനുഷ്യന്മാർ മാത്രമേ മനുഷ്യന്മാരായിട്ടുള്ളൂ. അല്ലാതെ ഒക്ടോബർ 7 പിടിച്ചോണ്ട് പോയതിൽ ഇപ്പോഴും ആൾക്കാർ, ഇനിയും 10-60 പേര് അവരുടെ കയ്യിലുണ്ട്. ആ പിടിച്ചോണ്ട് പോയതിൽ പകുതി എണ്ണത്തിന് ഇപ്പൊ ജീവനില്ല എന്നാണ് കേൾക്കുന്നത്. ഇനി ബാക്കിയുള്ളവരെങ്കിലും ജീവനോടെ പുറത്തു വിടുക എന്നുള്ളതിനെ കുറിച്ച് ഒരു രീതിയിലുള്ള അനൗൺസ്മെന്റും ഇതേപോലെ പുറത്തു വന്നതായിട്ട് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ സൗദി അറേബ്യ, ജോർദാൻ ഇവരൊക്കെ ഈ ഒരു ഗാസയിൽ നിന്ന് പിടിച്ചോണ്ട് പോയ, ഒക്ടോബർ 7 പിടിച്ചോണ്ട് പോയ ആൾക്കാരെ ഒന്ന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കി കഴിഞ്ഞാൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് എന്തുമാത്രം പരാജയമാണ് നോക്ക് അവരുടെ ഒരു മാനസികാവസ്ഥയെ. ഇപ്പൊ കറണ്ടും വെള്ളമാണ് ഇപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അതിപ്പോൾ ഉടനെ കൊടുക്കാം, ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഉടനെ കൊടുക്കാം. പിന്നെ അമേരിക്ക ഹമാസുമായിട്ട് നടത്തിയ ചർച്ചയിൽ അത് ഖത്തർ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഔട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകളും ഞാൻ കണ്ടായിരുന്നു. ഞാനിവിടെ കാണിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വളരെ പർട്ടിക്കുലറായിട്ട് ഞാൻ ഇതിനു വേണ്ടി തന്നെ എടുത്തതാണ്. നിങ്ങൾ ഈ ഒരു ടൈംസ് ഓഫ് ഇസ്രായേലിൽ വന്നൊരു വാർത്തയാണ്. ഇതിനകത്ത് സ്റ്റീവ് വിറ്റ്കോഫ് ഖത്താർ പ്രൈം മിനിസ്റ്ററിനെയാണ് കണ്ട് സംസാരിക്കുന്നത്. ഖത്താർ PM അബ്ദുറഹ്മാൻ അൽത്താനി പ്ലസ് UAE റെപ്രസെന്റേറ്റീവ്സ്, സൗദി അറേബ്യ റെപ്രസെന്റേറ്റീവ്, ഇങ്ങനെ ഈ ഒരു ട്രൂസ് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കുറേ ഉണ്ട്. ഇവരൊക്കെ ചേർന്നുകൊണ്ടാണ് അവിടെ ചർച്ച നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് ഖത്തറിനെ മാത്രം പ്രത്യേകിച്ച് അവിടെ മാറ്റി നിർത്തിയിട്ടൊന്നും ഇവിടെ ചർച്ച നടക്കുന്നില്ല. അതും കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, അമേരിക്കയ്ക്ക് ഒരു രാജ്യങ്ങളോടും അങ്ങനെ വലിയ അമിതമായിട്ടുള്ള ഒരു താല്പര്യമൊന്നുമില്ല. എല്ലാം സബ്ജക്റ്റീവാണ്, അത് ആദ്യം മനസ്സിലാക്കുക. സൗദി അറേബ്യയിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു റഷ്യയുടെ ചർച്ചകൾ കൂടുതൽ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സൗദി അറേബ്യയും റഷ്യയും തമ്മിൽ നല്ലൊരു ഡീലിങ്സ് ഉണ്ട്. കാര്യം, റഷ്യയുടെ കുറെ ആയുധങ്ങൾ സൗദി അറേബ്യ മേടിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ റഷ്യയുടെ നിന്ന് മേടിച്ച ഡിഫൻസ് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ സൗദി അറേബ്യയ്ക്കും റഷ്യയ്ക്കും നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പൊ അവിടെ വെച്ച് ഒരു മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റഷ്യയ്ക്കും കംഫർട്ടബിൾ ആണ്, അതേസമയം അമേരിക്കയ്ക്കും വരാൻ കംഫർട്ടബിൾ ആണ്. കാരണം സൗദി കിങ് ഏതാണ്ട് 600 ബില്യൺ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈം ലൈൻ കണക്കാക്കിയിട്ടാണ് സൗദി അറേബ്യയ്ക്ക് തന്നെ ഈ ഒരു മീറ്റിംഗ് എല്ലാം പ്ലാൻ ചെയ്തത്. കാരണം ഇനി അടുത്ത് ഒരു മീറ്റിംഗിന് കാരണം ഇനി അടുത്ത നെക്സ്റ്റ് വിസിറ്റ് ട്രംപ് ആദ്യമേ പ്ലാൻ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യ വിസിറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയിൽ വെച്ച് മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അതിന്റെ അർത്ഥം ഖത്തറിനെ ഒതുക്കി തള്ളിയെന്നല്ല. ഖത്തറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഖത്തറിൽ നടക്കും, സൗദി അറേബ്യയിൽ നടക്കേണ്ട കാര്യങ്ങൾ സൗദി അറേബ്യയിൽ നടക്കും. ഇങ്ങനെ തന്നെയാണ് ഡിപ്ലോമസി പോകുന്നത്. അല്ല, എല്ലാ വിഷയങ്ങളെയും കൊണ്ട് ഖത്തറിലിട്ട് ചർച്ച നടത്തേണ്ട ആവശ്യമില്ല. ഖത്തറിൽ ഓൾറെഡി തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റഷ്യയുടെ വിഷയം കൂടെ ഖത്തറിലോട്ട് കൊണ്ടുപോകാത്തത്. റഷ്യയുടെ വിഷയം കുറച്ചുകൂടെ പുടിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ ആണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ വരുന്നത്. അർത്ഥം ഇതൊക്കെ എംഫസൈസ് ചെയ്ത് ആൾക്കാർ പല തമ്പനയിലാക്കിയിട്ട് ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഗൂസ് ബംസ് അടുപ്പിച്ച് പല രീതിയിലുള്ള വീഡിയോ ആയിട്ട് ഇങ്ങനെ പുറത്തു വിടുകയാണ്. ഇന്നത്തെ കാലത്ത് പല പ്രിന്റ് മീഡിയാസും പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഞാനിപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ കൊടുത്താണ് വാർത്തകളൊക്കെ എടുക്കുന്നത് എന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം ഏതൊരു മാധ്യമവും ഏതൊരു പ്രിന്റ് മീഡിയയും ഇന്നത്തെ കാലത്ത് മാക്സിമം ഒരു 4-5 ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അതിലുപരിയായിട്ട് ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നില്ല. ബാക്കിയെല്ലാം നിങ്ങൾ $2, $5, $10, എന്തിനു വേദം 0.50 സെന്റ് വരെ മേടിക്കുന്ന മാധ്യമങ്ങൾ പലതും ഉണ്ട്, പ്രിന്റ് മീഡിയാസ്. അതുകൊണ്ട് അത് ഞാൻ ഇവിടെ എംഫസൈസ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ വാർത്ത പറയുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിന് സ്പെൻഡ് ചെയ്ത് അത് വായിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വായിച്ചിട്ടാണ് നമ്മൾ വാർത്തകൾ ഇവിടെ പറയുന്നത്. അപ്പൊ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഇപ്പൊ ഇതാണ് ഇതിന്റെ സൗദി അറേബ്യയിൽ നടക്കുന്ന ചർച്ചകൾക്കും ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾക്കും. ഖത്തറിൽ നടന്നുകൊണ്ടിരുന്ന ചർച്ച ഖത്തറിൽ തന്നെ തുടരുന്നു, സൗദി അറേബ്യയിൽ നടക്കേണ്ട ചർച്ച സൗദി അറേബ്യയിൽ തുടരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ആരും ഖത്തറിനെ മാറ്റിവെച്ചിട്ടോ സൗദി അറേബ്യയെ മാറ്റിവെച്ചിട്ടോ അങ്ങനെ ഒരു സൗദി അറേബ്യ ലൈം ലൈറ്റിൽ കൊണ്ടുവരുന്നു, അങ്ങനെയൊന്നുമില്ല. ഈ ചർച്ച കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ സൗദി അറേബ്യക്ക് എന്താണ് റോള്? ഈ അമേരിക്ക കഴിഞ്ഞ ദിവസം ഖത്തറിൽ നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന പറഞ്ഞാല്, ഇപ്പൊ ഇസ്രായേൽ ഏപ്രിൽ 20 വരെയാണ് ഈ ഒരു വെടിനിർത്തൽ നീട്ടിവെച്ചിരിക്കുന്നത്. അത് സ്വമേധയാ നീട്ടിവെച്ചിരിക്കുന്നതാണ്. അതായത് ഈ ഒരു റമദാൻ, അതുപോലെ തന്നെ ഈ പാസ് ഓവർ, ഇതൊക്കെ കഴിയുന്നത് വരെ പ്രഷർ അപ്ലൈ ചെയ്തുള്ള നെഗോസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നീക്കി വെച്ചിരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, ഈ റമദാൻ മാസത്ത് അവരും തന്നെ അഗ്രസീവ് ആണ്. ഏതെങ്കിലും ഒരു ഇസ്രായേലിയെ കൊല്ലാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലത്, അത്രയ്ക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഇരട്ടിയുടെ ഇരട്ടി കൂലി കിട്ടും എന്ന് പറഞ്ഞ് അവർ ഈ ജെറുസലേമിൽ തന്നെ നല്ല രീതിയിലുള്ള ഫോഴ്സിന്റെ ആവശ്യമുണ്ട്.
അപ്പൊ അത് കുറച്ച് ഈ ഒരു റമദാൻ എന്ന് പറഞ്ഞ ഈ ഒരു മാസം കഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജിക് മൂവ് ആണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇസ്രായേൽ ഏപ്രിൽ 20-ാം തീയതി വരെ വെച്ചിരിക്കുന്ന ആ ഒരു ഡീൽ അമേരിക്ക പറയുന്നത് 60 ദിവസത്തേക്ക് ആക്കിത്തരാം. ഹമാസിന്റെ അടുത്ത് പറയുകയാണ് 60 ദിവസത്തേക്ക് ആക്കിത്തരാം, 60 days. അതിന് കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ പകുതി 60 ബന്ദികളെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ 30 ബന്ദികളെ റിലീസ് ചെയ്യണം അപ്രണ്ട്. എപ്പോഴാണ് 60 ദിവസത്തേക്ക് ഞങ്ങൾ ഓക്കെ ആണെന്ന് ഹമാസ് സൈൻ ചെയ്യുന്നത്, ആ ദിവസം 30 പേരെ റിലീസ് ചെയ്യണം. ഇതാണ് കണ്ടീഷൻ. ആ 30 പേരിൽ അമേരിക്കൻ സിറ്റിസൺസിനെ ഉൾപ്പെടുത്തണം. ഇതും വെച്ചുകൊണ്ടാണ് ഈ ഒരു ഡീൽ വെച്ചുകൊണ്ടാണ് നെഗോസിയേഷൻ നടക്കുന്നത്. ഇതിനാണ് ഹമാസ് അമ്പിനും വില്ലിനും അടുക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ല എന്നുള്ളത്. ഇപ്പൊ ഇന്നലെയും അതിന്റെ ചർച്ചയിൽ ഒരു തീരുമാനമായില്ല എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് ഇസ്രായേൽ ലെബനാനുമായിട്ട് ഒരു ചർച്ച നടത്തുന്നുണ്ട്. ലെബനാനിൽ അവിടെ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അവിടെ 5 മിലിറ്ററി പോസ്റ്റ് ഉണ്ട് ഇസ്രായേലിന്റെ. ലെബനാൻ പ്രസിഡന്റ് ജോസഫ് ആവോൻ കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സൗദി അറേബ്യയുടെ MBS പറഞ്ഞിട്ടുള്ളത് ലെബനാനിൽ നിന്നും ഇസ്രായേലിന്റെ IDF-നെ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കുക എന്നുള്ളതാണ്, ഇൻക്ലൂഡിങ് ആ 5 പോസ്റ്റ്. ഇപ്പൊ 5 മിലിറ്ററി പോസ്റ്റ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അവിടെ ശരിക്കും പറഞ്ഞാൽ ലെബനാൻ ഫ്ലാഗ് ആരാണ് പിടിക്കുന്നത്, ഹിസ്ബുള്ളയുടെ ഫ്ലാഗ് ആരാണ് പിടിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്ലാഗ് പിടിക്കുന്നത് മഞ്ഞ കളറാണ്. അത്രയും ഹിസ്ബുള്ള അനുയായികളാണ് അവിടെ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ധൈര്യത്തിൽ ഇസ്രായേൽ ഈ ഒരു 5 മിലിറ്ററി പോസ്റ്റ് ഒഴിവാക്കും? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്ത് ഏതാണ്ട് 60,000 ഫാമിലീസ് അവിടെ താമസിക്കുന്നുണ്ട്. ഇവരുടെ സെക്യൂരിറ്റി ആര് ഉറപ്പുവരുത്തും? ഈ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരാളെ പോലും തിരിച്ചടിക്കാൻ കെൽപ്പില്ലാത്ത ഈ ലെബനാൻ ആർമി അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഏത് തരത്തിലുള്ള പ്രൊട്ടക്ഷനാണ് ഈ ഒരു 60,000 ഇസ്രായേലി ഫാമിലീസിന് കൊടുക്കാൻ പോകുന്നത്? അവർക്ക് അവിടെ സമാധാനത്തിൽ കിടന്നുറങ്ങണ്ടേ? അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെ ഈ മണ്ടന്മാർ ഇവിടെ നിന്ന് ചുമ്മാ അങ്ങ് വിളിച്ചു പറയലാണ്, നിങ്ങൾ ഇസ്രായേലിന് 5 പോസ്റ്റ് എടുക്കണം. അപ്പൊ അതിനാണ് ഇസ്രായേൽ പോയി ചർച്ച നടത്തിയത്. ചർച്ച നടത്തിയപ്പോഴത്തേക്കും പീസ് കീപ്പിംഗ് മിഷൻ എന്ന് പറഞ്ഞ അവിടെ ഒരു നാടകം കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ പീസ് കീപ്പിംഗ് മിഷൻ, UN പീസ് കീപ്പിംഗ് മിഷൻ, ലെബനാൻ ആർമി, ഇസ്രായേൽ 3 ഫോഴ്സും കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു മോണിറ്ററിംഗ് നടത്താം. സെക്യൂരിറ്റി നമുക്ക് സർവൈലൻസ് ചെയ്യാം, എല്ലാം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ചർച്ചയാണ് നടത്തുന്നത്. അപ്പൊ ആ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് ആ ചർച്ചയെ പോസിറ്റീവായിട്ട് വെൽക്കം ചെയ്യുന്ന തരത്തിൽ ഇസ്രായേൽ ലെബനീസ് ആയിട്ട് ഏതാണ്ട് 16-17 ലെബനീസുകൾ ഇസ്രായേലിന്റെ ജയിലിലുണ്ട്. അപ്പൊ അതിലൊരു 4 പേരെ അതിലൊരു 5 പേരെയാണ് ലെബനീസ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്. അതിൽ 4 പേരെ ഇസ്രായേൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്ന്. പിന്നെ ഒരാൾ റിമൈനിങ് ഉണ്ട്, അയാളെ ഇന്ന് റിലീസ് ചെയ്യും, വെനസ്ഡേ. അപ്പൊ അങ്ങനെ റിലീസ് ചെയ്ത് ഈ ഒരു ചർച്ച മുന്നോട്ട് പോവാണ്. അപ്പൊ പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ജോസഫ് ആവൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രസിഡന്റുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും 5 ചെക്ക് പോസ്റ്റുകൾ അവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇതുവരെ അത് തന്നെയാണ് നിലപാട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഘട്ട ചർച്ച നെക്സ്റ്റ് മന്ത് ബിഗിനിങ്ങിൽ നടത്താം എന്നാണ് പറഞ്ഞ് പിരിഞ്ഞിരിക്കുന്നത്. സിറിയയിൽ നടക്കുന്നത് പല മാധ്യമങ്ങളും ഇപ്പോഴാണ് ഇന്നും ഇന്നലെയായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഒരുപാട് അലോവേറ്റ്, അതേപോലെ ക്രിസ്ത്യാനികൾ ഒരുപാട് പേരെ കൂട്ടക്കൊല ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിത് 4 ദിവസത്തിന് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നുണ്ട്. അത് റോഡിൽ വഴിനീളെ ആൾക്കാരുടെ ജീവനറ്റ ശരീരങ്ങൾ കിടക്കുകയാണ്. ഇതാണ് സിറിയയിലെ അവസ്ഥ. പരിതാപകരമാണ്. ജിഹാദ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു റമദാൻ മാസത്ത് അത് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഇരട്ടി കൂലി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. എനിവേ, അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ. മൈനോറിറ്റീസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടാർഗറ്റഡ് ആയിട്ട് തന്നെയാണ് അവരെ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അത് നമുക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ തീവ്രവാദി എന്നും തീവ്രവാദി തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അത് HTS ആണെങ്കിലും ശരി, ഏത് സംഘടനയാണെങ്കിലും ശരി, സിറിയയുടെ ഉള്ളിൽ ഈ ഒരു മതത്തിന്റെ പേരിൽ ഇങ്ങനെ മതത്തിന്റെ അടയാള ചിഹ്നങ്ങൾ ശരീരത്തിൽ പതിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനെ കാണുമ്പോഴേ അവൻ ഇന്ന മതമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവനാണ് തീവ്രവാദി. പിന്നെ അതിൽ വേറെ യാതൊരു മാറ്റമില്ല. അവന് ചെറിയൊരു ട്രിഗർ മതി, ജസ്റ്റ് ഒരു ചെറിയ സ്പാർക്ക് കൊടുത്താൽ മതി, അവൻ എവിടെ വേണമെങ്കിലും പൊട്ടിത്തെറിക്കും. ആ രീതിയിലാണ് പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലത്തെ സംഘടനയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കും. പുറത്ത് വേറെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയും. അങ്ങനെ പുറത്ത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, അവരെയാണ് അവിടെ അറ്റാക്ക് ചെയ്യാൻ ആൾക്കാർ വരുന്നത്, അതിനെതിരെയാണ് ഈ ഒരു HTS ഫൈറ്റ് ചെയ്യുന്ന നിലയിലൊക്കെ അവിടെ പിക്ചേഴ്സ് ഒക്കെ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മരിച്ചു കിടക്കുന്ന ആൾക്കാർ കള്ളം പറയത്തില്ലല്ലോ. അവിടെ ആരൊക്കെയാണ് മരിച്ചു കിടക്കുന്നത് എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളരെ വ്യക്തമാണ് എന്താണ് പിക്ചർ. വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ അജണ്ട നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട് ആസ് യൂഷ്വൽ. ഇതിനകത്തൊന്നും പറയാനില്ല. ഇപ്പൊ അവിടെ തുർക്കിയുടെ ഒരു കൺഫ്രന്റേഷൻ, തുർക്കി ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലുമായിട്ട് ഒന്ന് ഏറ്റുമുട്ടാൻ കുറച്ചൊരു ബാക്ക് അടിച്ചാണ് നിൽക്കുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, തുർക്കി കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വേറൊരു ലെവലിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2 വിഷയങ്ങൾ തന്ത്രപരമായിട്ട് നീക്കുന്നുണ്ട് ഈ ഒരു HTS എന്ന് പറയുമ്പോൾ തന്നെ തുർക്കി തന്നെയാണ്. ഇവരിപ്പോ 2 വിഷയങ്ങൾ എന്ന് പറഞ്ഞാല് എർദോഗന്റെ നേതൃത്വത്തിൽ കുർദിഷ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഏതാണ്ട് 40 വർഷത്തോളം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ
അവരുമായിട്ട് ചർച്ച നടത്തി അവരെ സിറിയയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ്. അതൊരു സൈഡിൽ നടക്കുകയാണ്. അത് ഇറാനും ചെറിയൊരു വിയോജിപ്പുണ്ട്. പക്ഷെ അതേസമയം ഇസ്രായേൽ അതിനെ വളരെ കീനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇസ്രായേൽ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട്. അതായത് ഡമസ്കസിന്റെ സദൻ ഭാഗത്തുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള നടപടിക്രമങ്ങളും HTS എടുക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രഖ്യാപനം ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ സദൻ ഭാഗത്തുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റി, അതാണ് ഏത് ഭാഗത്താണോ ഇസ്രായേൽ വളരെ പ്രത്യേകിച്ച് പറഞ്ഞത്, ആ ഭാഗത്തുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണ്. ഈ ചർച്ചകൾ നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ മൊത്തത്തിലുള്ള ആ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ മൊത്തം സിറിയയോട് ചേർക്കാൻ വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചർച്ച നടക്കുന്നത്. അപ്പൊ ഈ ചർച്ച പരാജയപ്പെട്ടാൽ അവിടെ വേറെ തരത്തിലുള്ള നീക്കങ്ങൾ മുന്നോട്ട് വരുമോ എന്നുള്ളതാണ് ഇപ്പം കൂടുതൽ ആശങ്കപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ച പരാജയപ്പെട്ട് ഇനിയിപ്പോ അവര് ഈ ചർച്ച പരാജയപ്പെട്ട് ഇനി ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ വിഷയം വേറെ രീതിയിൽ മാറും. ഇസ്രായേൽ ഇടപെടും, അതിൽ യാതൊരു മാറ്റമില്ല. ഇസ്രായേൽ അഡീഷണൽ ഫോഴ്സിനെ ഹെർമോൺ മലനിരകൾ ഉൾപ്പെടെയുള്ള ഈ ഖുനെഡ്ര വരെയുള്ള ആ ബഫർ സോണിലെല്ലാം വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വരെ പല ഓഫീസേഴ്സും ഇസ്രായേൽ ഓഫീസേഴ്സ് അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ കട്ട്സ് ഡിഫൻസ് മിനിസ്റ്റർ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ സിറിയയിലെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ഭാഗത്ത്, ഡമസ്കസിന്റെ സദൻ ഭാഗത്ത്, ആ ഒരു ഭാഗത്ത് ചെറിയ അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു HTSന്റെ ഈ ഒരു പ്രഖ്യാപനത്തിനെ തുടർന്ന് ഇസ്രായേലും വളരെ ഫോക്കസ്ഡ് ആയിട്ട് വാച്ച് ചെയ്തിരിക്കുകയാണ് എന്താണ് ഡെവലപ്മെന്റ്സ് എന്നുള്ളത്. ഇസ്രായേൽ ഇന്നലെയും സിറിയയ്ക്കുള്ളിൽ അസാദ് റെജീമിന്റെ പഴയ ഒരു ഏരിയ കണ്ടെത്തുകയും സൗത്ത് സിറിയ ഭാഗത്ത് അസാദിന്റെ ഒരു ബേസ് കണ്ടെത്തുകയും ആ ബേസിൽ ഇന്നലെ ഇസ്രായേൽ ആക്രമണം നടത്തി അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സിറിയയിൽ ഇതേപോലെ അസാദിന്റെ റെജീമിൽപ്പെട്ട കുറെ സംഗതികൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇൻഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് പല രീതിയിലുള്ള സ്പൈ വർക്ക് നടത്തിയിട്ടാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായ ഇൻഫർമേഷൻസ് കിട്ടുന്ന മുറയ്ക്ക് പോയി ആക്രമണം നടത്തുന്നത്. കാര്യം മനസ്സിലാക്കണം, ഇസ്രായേൽ സിറിയയ്ക്കുള്ളിലല്ല ഉള്ളത്. അപ്പൊ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം ഡീപ്പായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വേണം. അപ്പൊ ആ രീതിയിൽ സ്പൈ നെറ്റ്വർക്ക് ഇസ്രായേൽ സ്ട്രെങ്തൻ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടരെ സിറിയയ്ക്കുള്ളിൽ നടത്തേണ്ടി വരുന്നതും അത് നടത്തി സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ച് മുന്നോട്ട് വരുന്നതും. ഒരു പാലസ്തീനി കാറ് മോട്ടിച്ചുകൊണ്ട് IDFന്റെ ബേസിന്റെ മേളിൽ വന്ന് ആക്രമണം നടത്തിയിരിക്കുകയാണ്. ആക്രമണം എന്ന് വെച്ചാൽ IDFന്റെ ബേസ് അങ്ങ് ഇടിച്ചു കയറി. അതാണ് സംഭവിച്ചത്. കൂടുതൽ വിഷയങ്ങളും അപ്ഡേറ്റ്സും വരുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഇതിന്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. അപ്പൊ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.